ഹായ്, എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ബീഫ് ഐറ്റമാണ് BDF, ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ BDFൻ്റെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് BDF ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. 1 ഇഞ്ച് കനത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുക്കറിനകത്തിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബീഫ് ഇട്ട് കഴിഞ്ഞ് ഇതിനകത്ത് നമ്മുടെ അരപ്പ് കുറച്ചിടാനുണ്ട്. കുറച്ച് പൊടിവർഗ്ഗങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഈ ടീസ്പൂണിൻ്റെ 1/4 ടീസ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മുളക് പൊടി, നോർമൽ മുളക് പൊടിയാണ്, അതൊരു ടീസ്പൂണാണ് ഇടുന്നത്. 1 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ചതച്ച കുരുമുളകാണ്, പച്ചയായിരുന്നു, ഞാൻ നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുരുമുളക് അല്ലി ചതച്ചെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുന്നത് ഇഞ്ചിയും പൂണ്ടും കൂടി അരച്ചതാണ്. അത് നമുക്കൊരു 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ബീഫിനകത്തുനിന്ന് ഇറങ്ങിക്കോളും. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം. നമ്മുടെ അരപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം വെള്ളത്തിനകത്തും ഈ ഇറച്ചിക്കകത്തും. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മതി. ഒരു 5 ഫിഷിലടിക്കും. അപ്പോൾ 5 ഫിഷിലടിച്ചതിന് ശേഷം അപ്പോൾ അപ്പോഴത്തേക്ക് ഒരു നല്ലൊരു ബോയിലായി കിട്ടും. അതിന് ശേഷം നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ 5 വിഷിൽ അടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി ഒരു 10-15 മിനിറ്റ് വെച്ചേക്കാം, എന്നാലേ നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് സൂപ്പറായിട്ട് ദേ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ ഓരോന്ന് കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ലോണം നമ്മുടെ ബീഫ് വന്നിട്ടുണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ബീഫിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതിനകത്ത് വെള്ളം നമ്മൾ കളയരുത്, ഒരു ആവശ്യമുണ്ട്. ഒരു കുറച്ച് എടുത്ത് മാറ്റി വെക്കണം നമുക്ക്. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നീളത്തി. അപ്പോൾ നമ്മുടെ ബീഫ് നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചതുരത്തി വേണം കട്ട് ചെയ്യാൻ, ഒരു നീളത്തി. അപ്പോൾ നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം. ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം, പൊടിച്ച് കളയരുത്. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നീളത്തി ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ കൂട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ BDF ഉണ്ടാക്കാൻ കൊണ്ട് ഒരു അരപ്പ് വേണം. ആ അരപ്പിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് നമ്മുടെ ചോളപ്പൊടിയാണ്. ചോളപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂണാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ആദ്യമേ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ മുളക് ചതച്ചതാണ്. ഈ ചതച്ച മുളക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞ് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റാണ്. ഇതും 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇടുവാണേ. അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റമായ ഗരം മസാലയാണിത്. ഗരം മസാല നമ്മൾ 1 ടീസ്പൂൺ ഇടുവാണ്. ടീസ്പൂണും ടേബിൾ സ്പൂണും തങ്ങളിൽ തിരിഞ്ഞു പോകരുത്. അതിനുശേഷം നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എല്ലാത്തിനു ശേഷം ഇത് നമ്മുടെ സ്റ്റോക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ ബീഫ് വേവിച്ച ആ വെള്ളമാണ്, ബീഫിൻ്റെ ആ സത്തിറങ്ങിയ വെള്ളമാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ലോണമൊക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു നാരങ്ങ പീസ് പിഴിഞ്ഞൊഴിക്കാം. ഒരു നാരങ്ങ പീസ് മതിയേ. എന്നിട്ട് നല്ലോണമൊക്കെ ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് സെറ്റായിട്ടുണ്ട്. നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത് നീളത്തിൽ ചോപ്പ് ചെയ്തെടുത്ത് നമ്മുടെ ബീഫും സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തിടാം. കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലേ അത് പൊടിഞ്ഞു പോകും.
അപ്പം നമ്മുടെ എല്ലാ പീസിനകത്ത് നല്ലോണം നമ്മുടെ ഈ അരപ്പ് പറ്റണം. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ BDF അരപ്പൊക്കെ നമ്മൾ നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂറത്തേക്ക് ഇതൊന്ന് മാഗ്നേറ്റ് ആയി വരാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വരുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചട്ടിക്കകത്ത് നല്ലോണം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് പീസ് ഓരോന്നായിട്ട് നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തള്ളി ഒട്ടും. അതുകൊണ്ടാണ് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇത് വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞിരിക്കും. നമുക്കൊരു 4 മിനിറ്റ് 5 മിനിറ്റ് മാക്സിമം അത്രയും മതി. ഇത് നല്ലോണം വെന്ത് നല്ല മൂത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരിയേക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് അത് മൂത്ത് വരും. നല്ലോണം നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ സെറ്റായിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ നമ്മൾ BDF അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും ഇപ്പോൾ കഴിക്കാൻ. നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.